എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. ഓണക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ പലതരത്തിലുള്ള അച്ചാർ നമ്മൾ തയ്യാറാക്കി സൂക്ഷിക്കാറുണ്ട്. ഇതുപോലൊരു അച്ചാർ പൊടി ഉണ്ടാക്കി നമ്മൾ സൂക്ഷിക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇനി എല്ലാവർക്കും അച്ചാർ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഈ ഒരു അച്ചാർ പൗഡർ തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിത്യമുള്ള ചേരുവകൾ മാത്രം മതിയാകും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് അച്ചാർ പൗഡർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് അച്ചാർ പൗഡർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. 30 മില്ലിഗ്രാം അളവിൽ കടുകാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കൈവശം കടുകിന് പകരമായിട്ട് കടുക് പരിപ്പുണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കടുക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഈ കടുകൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. കടുക് വറുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. കടുകിപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മാറ്റാവുന്നതാണ്. ഓവറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കടുക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കടുക് വറുത്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം കടുക് വറുത്തെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ കടുക് ഇവിടെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 20 ഗ്രാം അളവില് ഉലുവയാണ്. ഉലുവയും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഉലുവയും നമുക്കിതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉലുവയും നല്ലപോലെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിൽ നിന്നും കോരി മാറ്റാം. ഉലുവയും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 3 കഷ്ണം കായമാണ്. കായം ഒന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടതിന് ശേഷമായിരിക്കണം നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഈ കായം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കായം ഒന്ന് വറുത്തെടുക്കാം. കായം മുരിഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് താമസം വരും. അപ്പൊ നമുക്കിതുപോലെ ഒന്ന് അടിച്ചടിച്ച് പ്രസ് ചെയ്ത് മുരിയിച്ചെടുക്കാം. നമ്മുടെ കായവും ഇപ്പോൾ ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എടുത്തു മാറ്റാം. ഇതും കോരി മാറ്റാം. കായം ഫ്രൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പിടി കറിവേപ്പില ചേർക്കാം. വേപ്പില ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കണം. നിങ്ങളുടെ കൈവശം മുഴുവൻ മുളകാണെങ്കിൽ മുഴുവൻ മുളകും ഇതുപോലെ തന്നെ വറുത്ത് മാറ്റേണ്ടതാണ്. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 5 സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുമ്പോൾ കരിഞ്ഞാതെ ഇരിക്കാനും വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 5 സ്പൂൺ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്ടിയുടെ ചൂടിൽ തന്നെ പൊടികളൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ അച്ചാറൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പൊടികളൊക്കെ ഒന്ന് ചൂടായി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. 1 സ്പൂൺ അളവിൽ തന്നെ വെളുത്തുള്ളി പൗഡറാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ തന്നെ ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ കൈവശം വെളുത്തുള്ളി പൗഡർ ഇല്ലെങ്കിൽ ഇത് ഈ ഒരു കാര്യം കൂടെ സ്കിപ്പ് ചെയ്താൽ മതിയാകും. ഇനി ഫ്ലെയിം ഒന്ന് ചെറുതാക്കി ഓൺ ചെയ്ത് കൊടുക്കാം. സിമ്മിലേക്ക് മാറ്റാം. ഇനി ഒന്നുകൂടെ പൊടികൾ ഒന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം പൊടികളൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അച്ചാർ പൊടി ഇവിടെ റെഡിയാണ്. ഇനി ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് കൂടി കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ അച്ചാർ പൊടിയൊന്നും ആരും കടയിൽ നിന്നൊന്നും വാങ്ങണ്ട. വളരെ ഈസി ആയിട്ട് ഇനി ആർക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് തണുത്ത് വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉലുവയും കായവും കടുകൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് അച്ചാർ പൗഡർ ഇവിടെ റെഡിയാണ്. ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ മാറ്റുവാണ്. അപ്പോൾ എന്ത് എളുപ്പത്തിലാണ് കൂട്ടുകാരെ നമ്മൾ ഇതുപോലുള്ള അച്ചാർ പൗഡറൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കടകളിൽ നിന്നും ആരും അച്ചാർ പൊടിയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇപ്പം നമ്മളൊരു 3 മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ പോവാണ്, അല്ലെങ്കിൽ 1/2 കിലോ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഇതുപോലെ 3 സ്പൂൺ അളവിൽ മാത്രം എടുത്താൽ മതിയാകും. ഇത് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് കുപ്പികളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിത്യമുള്ള ചേരുവകളൊക്കെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അച്ചാർ പൗഡർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെയുള്ള പൊടികളൊക്കെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ
വളരെ എളുപ്പത്തിലാണ് നമുക്കൊരു അച്ചാറൊക്കെ തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.